ഒരു പ്രൊഡക്റ്റ് 100% വാട്ടർ പ്രൂഫ് ആണ്, ഡ്യൂറബിൾ ആണ്. നമുക്ക് ഒരുപാട് കാലം ഇത് യൂസ് ചെയ്യാൻ സാധിക്കും. നമ്മളിപ്പം മുകളിൽ സീലിംഗിലാണ് ഈ സാധനം കൊടുക്കുക. അപ്പോൾ സീലിംഗിന്റെ ഭാഗം, അടിയിൽ കാണുന്ന ഭാഗം ഇതാണ് അതിന്റെ മുകൾ ഭാഗം. ഈ ഭാഗത്ത് വരുന്ന ടെമ്പറേച്ചർ എത്ര തന്നെ ആണെങ്കിലും ഈ പഫ് ഷീറ്റ് അതിനെ കൃത്യമായിട്ട് ബ്ലോക്ക് ചെയ്യും. അടിഭാഗത്ത് നമുക്ക് ടെമ്പറേച്ചർ നല്ല രീതിയിൽ കുറയ്ക്കാൻ സാധിക്കും. നിങ്ങൾ ഇതിന്റെ മുകളിൽ ഇനി പോളിഷ് ചെയ്യേണ്ട, പെയിന്റ് ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട, റെഡി ടു യൂസ് ആണ്. കുഞ്ഞുങ്ങളുടെ മേത്തൊക്കെ തൊടുമ്പോൾ നമുക്കൊരു ബേബി ടച്ച് ഫീൽ ഇല്ലേ, ഒരു സോഫ്റ്റ് ടച്ച് ഫീൽ, ആ ഒരു ഫീല് ഇതിന്റെ മുകളിൽ വരുന്നുണ്ട്. അത് വെക്കുന്ന സമയത്ത് നമുക്ക് ലേബർ ഒരുപാട് കുറയ്ക്കാൻ പറ്റും. ഇതിനകത്ത് നമ്മൾ മൈക്കയോ കാര്യങ്ങളോ ഒന്നും ഒട്ടിക്കേണ്ട കാര്യമല്ല, ഡയറക്റ്റ് ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം. ഈ കാണുന്ന കളർ പാറ്റേണുകളൊക്കെ അതിൽ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ആർക്കും ചെയ്യാം. ഒരു ബേസിക് ആയിട്ട് ഡ്രിൽ അടിക്കാൻ അറിയുന്ന ആൾക്കും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ തോംസണിൽ അവൈലബിൾ ആണ്. സ്ക്രൂ ചെയ്ത് വെച്ച് ഇതൊരു ക്ലിപ്പ് ഉണ്ട്, ആ ക്ലിപ്പ് ചെയ്തിട്ട് അതിലേക്ക് സ്ക്രൂ ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരു കാരണവശാൽ ഇതിന്റെ ജോയിന്റ് അറിയില്ല. ഇതല്ലാതെ നമുക്ക് സിലിക്കോൺ ഉപയോഗിച്ച് ഫിക്സ് ചെയ്യാൻ പറ്റും. ആക്ച്വലി ഇതിന്റെ ബാക്ക് ബോഡി PVC മെറ്റീരിയൽ ആണ്. ലോക്ക് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ചെയിൻ പോലെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിനകത്ത് ആ ഒരു ലോക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വിസിബിൾ ആവാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സീലിംഗിൽ ജിപ്സം ചെയ്തിട്ട് മഴ പെയ്ത സമയത്ത് അത് നനഞ്ഞ് കുതിർന്ന് പൊളിഞ്ഞു പോയിട്ടുള്ള ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വീഡിയോ ആണിത്. കിഡിലൻ ഒരു സീലിംഗ് പ്രൊഡക്റ്റ് പുതിയതായിട്ട് മാർക്കറ്റിലേക്ക് വന്നിരിക്കുകയാണ്. ഒട്ടേറെ ബെനിഫിറ്റും ആയിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. എവിടെയൊക്കെ ഉപയോഗിക്കാന്നുള്ള കാര്യം ഞാൻ ആദ്യം പറഞ്ഞു തരാം. നമ്മുടെ കാർ പോർച്ചിലേക്ക് ഉപയോഗിക്കാവുന്ന കിഡിലൻ പ്രൊഡക്റ്റ്, സിറ്റ് ഔട്ടിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കിഡിലൻ പ്രൊഡക്റ്റ്, ടെറസിൽ നിങ്ങൾക്ക് സീലിംഗ് ചെയ്യണമെങ്കിൽ, ഷീറ്റൊക്കെ ഇട്ടിട്ട് അതിൻ്റെ താഴെ സീലിംഗ് ചെയ്യണമെങ്കിൽ അതിലേക്കൊക്കെ കിഡിലനായിട്ട് സെറ്റ് ചെയ്യാവുന്ന ഒരുപാട് ഉപകാരങ്ങളുള്ള പ്രൊഡക്റ്റ് ആണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. തോംസൺ ബ്രാൻഡിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ വേറെ ലെവൽ ക്വാളിറ്റിയും ഫീച്ചേഴ്സും ആണ് ഇതിലുള്ളത്. കൂടുതൽ വിശദാംശങ്ങൾ അറിയാം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മൈ ബെറ്റർ ഹോമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ബേസിക്കലി എന്താണ് പ്രൊഡക്റ്റ് നോക്കാം. തോംസന്റെ മെറ്റുവാൾ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അതിൻ്റെ വലിയ സൈസാണ് നിങ്ങൾ ഈ വാളിൽ കാണിച്ചിരിക്കുന്നത്. 3 ഷെയ്ഡിൽ ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നു. അതിൻ്റെ ഒരു സാമ്പിൾ പീസാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇത് ആക്ച്വലി മെറ്റൽ ബോഡിയാണ്, അതുകൊണ്ടാണ് ഇതിനെ മെറ്റുവാൾ എന്ന് വിളിക്കുന്നത്. അതിനകത്ത് പഫ് ഷീറ്റ് കൂടെ വന്നിട്ടുണ്ട്. അലുമിനിയം ആണ് ഈ കാണുന്ന മെറ്റൽ പാർട്ട്, അകത്ത് പഫ് ഷീറ്റ് ആണ്. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലുമിനിയം ആയതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് 100% വാട്ടർ പ്രൂഫ് ആണ്, ഡ്യൂറബിൾ ആണ്. നമുക്ക് ഒരുപാട് കാലം ഇത് യൂസ് ചെയ്യാൻ സാധിക്കും. അകത്ത് പഫ് ഷീറ്റ് വെച്ചതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ നല്ല രീതിയിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യും. അതായത് നമ്മളിപ്പം മുകളിൽ സീലിംഗിലാണ് ഈ സാധനം കൊടുക്കുക. അപ്പോൾ സീലിംഗിന്റെ ഭാഗം, അടിയിൽ കാണുന്ന ഭാഗം ഇതാണ് അതിന്റെ മുകൾ ഭാഗം. ഈ ഭാഗത്ത് വരുന്ന ടെമ്പറേച്ചർ എത്ര തന്നെ ആണെങ്കിലും ഈ പഫ് ഷീറ്റ് അതിനെ കൃത്യമായിട്ട് ബ്ലോക്ക് ചെയ്യും. അടിഭാഗത്ത് നമുക്ക് ടെമ്പറേച്ചർ നല്ല രീതിയിൽ കുറയ്ക്കാൻ സാധിക്കും. മാത്രമല്ല ഒരു ഹെവി സോളിഡ് മെറ്റീരിയലിന്റെ ഫീൽ ഉണ്ട്. എന്നാൽ തന്നെ നമുക്ക് ഒരു വെയിറ്റും ഇതിനകത്ത് ഫീൽ ചെയ്യുന്നില്ല. വളരെ വെയിറ്റ്ലെസ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ്. നല്ല ഭംഗിയായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന കളർ ഫിനിഷിൽ ഇത് അവൈലബിൾ ആണ്. ഈസി ടു ഇൻസ്റ്റാൾ ആണ്. അതായത് ലോക്കിംഗ് സിസ്റ്റം ആണ് ഇതിന് വരുന്നത്. നമ്മൾ ആകെ ചെയ്യേണ്ടത് നമ്മളുടെ സീലിംഗ് ഭാഗത്ത് നമ്മുടെ സാധാ ജിപ്സം സീലിംഗ് ഒക്കെ അടിക്കുന്ന പോലെ ഫ്രെയിമോ മെറ്റൽ ഫ്രെയിം ചെയ്യുന്ന കണ്ടിട്ടില്ലേ, അതേ രീതിയിൽ ഫ്രെയിമിങ് ചെയ്തിട്ട് നേരെ അതിലേക്ക് സ്ക്രൂ ചെയ്ത് വെക്കാൻ പറ്റും. ഇത് രണ്ടും പരസ്പരം ലോക്ക് ചെയ്തിട്ടാണ് തമ്മിൽ നമ്മൾ ചേർത്ത് വെക്കുന്നത്. അതുകൊണ്ട് ഈസി ടു ഇൻസ്റ്റാൾ ആണ്. നമുക്ക് വളരെ പെട്ടെന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. റെഡി ടു യൂസ് ആണ്. ഫിനിഷ്ഡ് ആയിട്ടുള്ള സർഫസ് ആണ് വരുന്നത്. നിങ്ങൾ ഇതിൻ്റെ മുകളിൽ ഇനി പോളിഷ് ചെയ്യേണ്ട, പെയിന്റ് ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട, റെഡി ടു യൂസ് ആണ്. മാത്രമല്ല നമുക്ക് സീലിംഗ് പാനലുകൾ, നമ്മളിപ്പം നോർമൽ വില കുറഞ്ഞ ഇതേപോലെയുള്ള പ്രൊഡക്റ്റുകൾ, ഈ ഒരു ഫസ്റ്റ് ഫിനിഷ് വരുന്ന പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ നമുക്ക് വേറെയും കിട്ടാനുണ്ട്. അത് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇതിനുണ്ടാവുന്നില്ല എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ആ പ്രശ്നങ്ങൾ നോക്കാം. ഒന്ന്, നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നടു ഇങ്ങനെ താഴോട്ട് താഴ്ന്നു പോകുന്ന സാഗിങ് ഇഷ്യൂസ് വരാറുണ്ട്. കണ്ടിട്ടില്ലേ നിങ്ങൾ? ആ ഒരു നടുഭാഗം ഇങ്ങനെ പൊളിഞ്ഞു പോകുന്ന ആ ഒരു ഇഷ്യൂ ഇതിന് വരില്ല. കാരണം ഇത് ഡബിൾ ലെയർ ആണ്. മുകളിലും ഒരു ലെയർ വരും, ബാക്കിലും ഒരു ലെയർ വരും. രണ്ടും മെറ്റൽ ലെയർ ആണ്, അലുമിനിയം ലെയർ വരും. അതിൻ്റെ നടുവിൽ ഒരു സാൻഡ്വിച്ച് പാനൽ പോലെയാണ് ഈ ഒരു പഫ് പാനൽ വരുന്നത്. സോ അതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. നല്ല കോട്ടിംഗ് ആണ് വരുന്നത്. ഹൈ ക്വാളിറ്റി പ്രിന്റിങ് വരുന്നതുകൊണ്ട് തന്നെ നല്ലൊരു സർഫസ് ഫിനിഷ് നമുക്കിതിൽ കിട്ടുന്നുണ്ട്. സോ ഡ്യൂറബിൾ ആണ്. ഒരു നല്ലൊരു പ്രൊഡക്റ്റിന് ഉണ്ടായിരിക്കേണ്ട എല്ലാ ക്വാളിറ്റിയും ഉണ്ട്. മാത്രമല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിംഗിലുമാണ് ഇതിപ്പോൾ നമുക്ക് കിട്ടുന്നത്. പെർ സ്ക്വയർ ഫീറ്റ് ആണ് ഇതിൻ്റെ റേറ്റ് പറയാം. 120 രൂപ പെർ സ്ക്വയർ ഫീറ്റിനാണ് ഇന്നത്തെ ഇതിൻ്റെ റേറ്റ് വരിക. നിങ്ങളുടെ വീഡിയോ കാണുന്ന സമയം കുറച്ച് കാലം കഴിഞ്ഞിട്ടാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ സമയത്ത് റേറ്റ് ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കും. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു നമ്പർ ഞാൻ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നൽകുന്നുണ്ടാവും. ഏറ്റവും പുതിയതായിട്ട് മാർക്കറ്റിൽ വന്നിരിക്കുന്ന WPC ഷീറ്റ് ആണ് തോംസൺ വുഡെക്സ് സോഫ്റ്റ് ടച്ച് ഷീറ്റുകൾ.
ഇതാണ് വുഡെക്സിൻ്റെ സോഫ്റ്റ് ടച്ച് ഷീറ്റുകൾ. കളർ ഷീറ്റുകൾ എന്നും പറയാം. നല്ല രസമുള്ള പ്രൊഡക്റ്റാണ്, നല്ല പ്രീമിയം പ്രൊഡക്റ്റ് ആട്ടോ. നമ്മൾ വാർഡ്രോബിൽ, കിച്ചണിലൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. കിച്ചൻ്റെ ഷട്ടേഴ്സിന് വാർഡ്രോബിൻ്റെ സർഫസിലാണ് ഇത് ഉപയോഗിക്കുക. ഒരു പ്രീമിയം പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സർഫസിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. അകത്ത് ഉപയോഗിക്കാനുള്ള നല്ല പ്രൊഡക്റ്റുകളുണ്ട്, അത് ഞാൻ വലിയ പരിചയപ്പെടുത്താം. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫെദർ ടച്ച് ഫിനിഷാണ്. നമ്മൾ തൊടുന്ന സമയത്ത് നമ്മളുടെ കുഞ്ഞുങ്ങളുടെ മേത്തൊക്കെ തൊടുമ്പോൾ നമുക്കൊരു ബേബി ടച്ച് ഫീലില്ലേ, ഒരു സോഫ്റ്റ് ടച്ച് ഫീല്, ആ ഒരു ഫീല് ഇതിൻ്റെ മുകളിൽ വരുന്നുണ്ട്. അത് ഇതിൽ കൊടുത്തിരിക്കുന്ന ലാമിനേറ്റിൻ്റെ പ്രത്യേകത കൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഈ ഒരു ഷീറ്റിൻ്റെ തിക്നെസ് വരുന്നത് 18 mm ആണ്. സാധാരണ നമ്മളുടെ മൾട്ടിവുഡിൻ്റെ അതേ സൈസിലാണ് ഇത് അവൈലബിൾ ആവുക. 8x4 സൈസിൽ തന്നെ വരുന്ന ഷീറ്റാണ്. അതിൽ തന്നെ 32 സ്ക്വയർ ഫീറ്റ് ആണ് ഒരു ഷീറ്റ് ഉണ്ടാവുക. അതിൽ തന്നെ 18 mm തിക്നെസ് വരുന്നുണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ ഓപ്ഷൻസ് ഉണ്ട്. പേസ്റ്റൽ ഗ്രീന്, ഗ്രേ കളറ്, പേസ്റ്റൽ ബീജ് കളറ്, അതോടൊപ്പം വൈറ്റ് കളറാണ് ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. സെയിം എഡ്ജ് ബാൻഡ്, സെയിം ഫിനിഷിൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കിഡു പ്രൊഡക്റ്റാണ്. നിങ്ങൾ നേരിട്ട് വന്ന് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിത് ചുമ്മാ പറയല്ല എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പെർ സ്ക്വയർ ഫീറ്റിന് 230 രൂപയ്ക്ക് തന്നെ നമുക്ക് തോംസണിൽ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ്. ഇവരുടെ ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ് സെൻറ്ററിൽ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നമ്പേഴ്സൊക്കെ ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലൊക്കെ നൽകുന്നുണ്ടാവും. അവർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഔട്ട്ലെറ്റ് എവിടെയാണെന്നുള്ളതും അവിടുന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് എങ്ങനെയാണ് ഡെലിവറി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിശദമായിട്ട് സംസാരിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നതാണ്. നമ്മൾ ഇതേപോലെ വാർഡ്രോബും കിച്ചണൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അകത്ത് നൽകുന്ന ഇത്തരത്തിലുള്ള ഷട്ടേഴ്സ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഷെൽഫുകളൊക്കെ ഉണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന പ്രീ ലാമിനേറ്റഡ് ആയിട്ട് 3 ലെയറിൽ വരുന്ന WPC ബോർഡുകളുണ്ട്. അത് വെക്കുന്ന സമയത്ത് നമുക്ക് ലേബർ ഒരുപാട് കുറയ്ക്കാൻ പറ്റും. ഇതിനകത്ത് നമ്മൾ മൈക്കയോ കാര്യങ്ങളോ ഒന്നും ഒട്ടിക്കേണ്ട കാര്യമില്ല. ഡയറക്റ്റ് ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം. നമുക്ക് അതൊന്ന് കാണാം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിങ്ങനെ കിച്ചണൊക്കെ തുറന്നു കഴിഞ്ഞാൽ അകത്ത് കാണുന്ന ഇത്തരത്തിലുള്ള ഷെൽഫുകളില്ലേ, ഈ ഷെൽഫുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കിഡിലം പ്രൊഡക്റ്റാണ് തോംസൺ വുഡെക്സിൻ്റെ 3 ലെയർ WPC. ഇതിനകത്ത് മുകളിലും അതിൻ്റെ അടിഭാഗത്തും ഇതേപോലെ വൈറ്റ് ഫിനിഷിൽ നമുക്ക് സെയിം രീതിയിൽ വൈറ്റ് ഫിനിഷിൽ തന്നെ ലാമിനേഷൻ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് പ്രത്യേകിച്ച് ഒട്ടിക്കേണ്ട, അതിൻ്റെ ലേബർ കോസ്റ്റ് നമ്മൾ മുടക്കണ്ട, അതിൻ്റെ മെറ്റീരിയൽ കോസ്റ്റ് നമ്മൾ സെപ്പറേറ്റ് മേടിക്കേണ്ട. ഈ ഒരു പ്രൊഡക്റ്റ് മേടിക്കുക, നേരെ വയ്ക്കുക. പല തിക്നെസ്സിൽ നമുക്കിത് അവൈലബിൾ ആണ്. 9 mm തൊട്ട് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. 9 mm അവൈലബിൾ ആണ്, 18 അവൈലബിൾ ആണ്, 17 അവൈലബിൾ ആണ്, 12 mm അവൈലബിൾ ആണ്. അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഗുണം കൂടെയുണ്ട്. 0.7 ഡെൻസിറ്റി ആണ് പ്രീമിയം സീരീസിൽ വരുന്നത്. ഈ WPCയുടെ കിച്ചണൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് കംപ്ലീറ്റ്ലി WPCയിൽ ചെയ്തിട്ടുള്ള കേട്ടോ. നിങ്ങൾ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ളൊരു കിച്ചണാണ് നോക്കുന്നതെങ്കിൽ WPC ആണ് ബെസ്റ്റ്. ചെതലിൻ്റെ പ്രശ്നമില്ലാത്ത കിച്ചണാണ് നോക്കുന്നതെങ്കിൽ WPC ആണ് ബെസ്റ്റ്. ടെർമേറ്റ്, അതേപോലെ ബോർ അറ്റാക്ക്, അങ്ങനെ ഒരു തരത്തിലുള്ള അറ്റാക്കും വരാത്ത തരത്തിലുള്ള പ്രൊഡക്റ്റാണ് നോക്കുന്നതെങ്കിൽ WPC ആണ് ബെസ്റ്റ്. സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി മാക്സിമം ആണ് നോക്കുന്നതെങ്കിൽ WPC ആണ് ബെസ്റ്റ്. അതിൽ തന്നെ ചില ആളുകൾ പറഞ്ഞു കേൾക്കുന്ന ഒരു ഡ്രോബാക്ക് ഉണ്ട്. ആ ഡ്രോബാക്ക് നമ്മൾ അക്രിലിക് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഇതിനകത്ത് വേവ്സ് വരുന്ന രീതിയിൽ പറഞ്ഞു കേൾക്കാറുണ്ട്. ഇൻറ്റീരിയേഴ്സും അതേപോലെ കാർപ്പൻറ്റേഴ്സും ആണ് അങ്ങനത്തെ ഒരു ഇഷ്യൂ പറയുന്നത്. എന്നാൽ അവരോടാണ് ഞാൻ പറയുന്നത്, എന്നാൽ ഇനി മുതൽ അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. തോംസണിൽ പുതിയൊരു കിഡിലം പ്രൊഡക്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. തോംസന്റെ മാഗ്നം എന്നാണ് പ്രൊഡക്റ്റിന്റെ പേര്. 18 mm വരുന്ന WPC ആണ്. ഫ്രണ്ടിൽ ഇതേപോലെ ഹൈ ഗ്ലോസി ഹൈ ക്വാളിറ്റി ലാമിനേഷനോട് കൂടെയാണ് ഇത് വരുന്നത്. 18 mm തിക്നെസ്സിലാണ് വരിക. WPC ആണ്, വാട്ടർ പ്രൂഫ് ആയിരിക്കും, ടെർമൈറ്റ് റെസിസ്റ്റൻ്റ് ആണ്, അതേപോലെ ബോർ അറ്റാക്കുകൾ ഒന്നും വരാത്ത പ്രൊഡക്റ്റ് ആണ്. നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അക്രിലിക് ചെയ്ത അതേ ഫിനിഷിലേക്ക്, ആ ഒരു ഗ്ലോസിനെസ്സിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഒരുപാട് കളർ ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് പേസ്റ്റൽ ഗ്രീൻ ആണ്. ഇനി ബ്ലാക്ക് കിച്ചൺ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ബ്ലാക്ക് ഗ്ലോസി അവൈലബിൾ ആണ്. ഓറഞ്ച് ഫിനിഷ്, വൈറ്റ്, ബ്ലൂ, അതേപോലെ ക്യാപ്പിച്ചിനോ കളർ അവൈലബിൾ ആണ്, ഗ്രേ അവൈലബിൾ ആണ്. ഈ കാണുന്ന കളർ പാറ്റേണുകളൊക്കെ അതിൽ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. സോ നമ്മൾ ഫ്രണ്ട് ഡോറിൻ്റെ ഷട്ടേഴ്സിന്, കിച്ചൻ്റെ ഷട്ടേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യേണ്ടത്. ഹൈ ഗ്ലോസി പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ കുറച്ചുകൂടെ ബഡ്ജറ്റഡ് ആയിട്ടുള്ള നോർമൽ ലാമിനേഷൻ വരുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകളും തോംസന്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഈ കാണുന്ന പ്രൊഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഗ്ലോസിനെസ് ലെവല് ഇത്രയധികം ഹൈ ക്വാളിറ്റിയിൽ ഉണ്ടാവില്ല. ഇതൊരു ഹൈ ഗ്ലോസി പ്രൊഡക്റ്റ് ആണെന്ന് പറയാം. ഇതൊരു നോർമൽ ഗ്ലോസിൽ വരുന്ന പ്രൊഡക്റ്റ് ആണ്. ഡെൻസിറ്റിയുടെ കാര്യത്തിൽ വരികയാണെങ്കിലും 0.6 ആണ് ഇതിൻ്റെ ഡെൻസിറ്റി വരിക. വൈൽ ഈ പ്രൊഡക്റ്റിനൊക്കെ 0.7 ഡെൻസിറ്റി വരുന്ന സമയത്ത് ഈ പ്രൊഡക്റ്റിന് 0.6 ആണ് ഡെൻസിറ്റി വരിക.
18 ആണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത്. ഇതിൻ്റെ പേര് വരുന്നത് തോംസന്റെ തന്നെ മൾട്ടി ലെയർ ഷീറ്റുകൾ എന്നാണ് ഇതിന് പറയേണ്ടത്. മൾട്ടി ലെയർ കളർ ഷീറ്റുകൾ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടും. മാഗ്നം ഷീറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടും. സോ നല്ലൊരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ അതിൻ്റെ പേരുകൾ ഒന്നുകൂടെ ഒന്ന് വെരിഫൈ ചെയ്യുക. ഹൈ എൻഡ് പ്രൊഡക്റ്റ് മാഗ്നം ആണ്. അതിൻ്റെ നോർമൽ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ഈ കാണുന്ന കളർ ഷീറ്റുകൾ. കുറേയധികം റെഡി ടു യൂസ് പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്താൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. റെഡി ടു യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ മുകളിൽ പ്രത്യേകിച്ച് ഇനി പെയിൻ്റ് ഒന്നും അടിക്കണ്ട. നേരെ ഇത് മേടിക്കുക, സിലിക്കോൺ വെച്ചിട്ട് നമ്മുടെ വാളിലേക്ക് ഫിക്സ് ചെയ്യുക, സ്ക്രൂ ചെയ്യേണ്ട ഭാഗങ്ങളിൽ സ്ക്രൂ ചെയ്തിട്ട് അതിന് സ്ട്രെങ്തൻ കൊടുക്കുക, യൂസ് ചെയ്യുക. അത്ര മാത്രം ചെയ്താവുന്ന പ്രൊഡക്റ്റാണ്. ആർക്കും ചെയ്യാം. ഒരു ബേസിക് ആയിട്ട് ഡ്രിൽ അടിക്കാൻ അറിയുന്ന ആൾക്കും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ തോംസണിൽ അവൈലബിൾ ആണ്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ വാളിൽ കൊടുത്തിരിക്കുന്ന വാൾ ലൂവേഴ്സ് ആണ്. WPC വാൾ ലൂവേഴ്സ് ആണ്. പ്രൊഫൈൽ ലൈറ്റുകൾ കൂടെ അതിലേക്ക് കൊടുത്ത സമയത്ത് എന്ത് ഭംഗിയിൽ സെറ്റ് ചെയ്യാൻ സാധിച്ചു നോക്കിയാൽ. വാളിൽ നിന്ന് സീലിങ്ങിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് സീംലെസ് ആയിട്ട് പോകുന്ന രീതിയിൽ തന്നെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് സ്ട്രെയിറ്റ് ലൈനുകൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആളുകളൊന്നും ജിപ്സം സീലിംഗ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. പുതിയ വീടുകളിലൊക്കെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ വുഡൻ ടച്ചുള്ള സിമ്പിൾ മിനിമൽ ആയിട്ടുള്ള സീലിങ്ങുകളാണ് ചെയ്യുന്നത്. അതിലേറ്റവും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് തോംസന്റെ റാഫ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ക WPC പ്രൊഡക്റ്റ് ആണ്. അതിനകത്ത് ചെതലിൻ്റെ അറ്റാക്കോ ഒന്നും നിങ്ങൾക്ക് വരുന്ന പേടിക്കേണ്ട. ധൈര്യമായിട്ട് ഇൻറ്റീരിയറിൽ യൂസ് ചെയ്യാം. ഒരു തരത്തിലുള്ള പ്രശ്നവും സംഭവിക്കില്ല. ഭയങ്കര വെയ്റ്റ്ലെസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. സീലിങ്ങിൽ നമുക്ക് എളുപ്പത്തിൽ ഒട്ടിച്ച് വെക്കാൻ സാധിക്കും. സിലിക്കോൺ ഉപയോഗിച്ചിട്ടാണ് ഒട്ടിക്കുക. രണ്ട് എൻഡിലും നമ്മളൊന്ന് സ്ക്രൂ ചെയ്ത് വെക്കേണ്ടതുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ മാത്രമാണ്. നല്ലൊരു ലാമിനേഷൻ, സർഫസ് ലാമിനേഷൻ ആയിട്ട് വരുന്നുണ്ട്. വുഡൻ ലാമിനേഷൻ ആണ് അതിനകത്ത് വരിക. ഇതിൻ്റെ ഒരു തിക്നെസ് നോക്കി, ഇത്രയും തിക്നെസ് ഇതിനകത്ത് വരുന്നുണ്ട്. രണ്ട് സൈസിൽ നമുക്കിത് അവൈലബിൾ ആണ്. ഒന്ന് 4 ഇഞ്ചിലും മറ്റൊന്ന് 1.5 ഇഞ്ചിലുമാണ്. വീതിയിലേക്ക് വരികയാണെങ്കിൽ ഇത് 1.5 ഇഞ്ചാണ്. ഇതിൻ്റെ വീതി 1 ഇഞ്ചാണ് വരുന്നത്. ഇതേപോലെ മിനിമൽ ആയിട്ടുള്ള സീലിംഗ് ഡിസൈൻസുകൾ കൊടുക്കണമെങ്കിൽ, ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത് മുഴുവൻ ഇത്തരത്തിലുള്ള റാഫ്റ്റേഴ്സ് വെച്ച് ചെയ്തിട്ടുള്ള സീലിംഗ് ഡിസൈൻസ് ആണ്. ഇതിനെന്ത് പ്രൈസ് വരുന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. വളരെ അഫോർഡബിൾ ആയിട്ട് തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസിങ് മാത്രമേ ഇതിന് വരുന്നുള്ളൂ. വാൾ ലൂവേഴ്സിന് പെർ പാനൽ, അതായത് ഒരു പാനലിന് വെച്ചിട്ടുണ്ടെങ്കിൽ 9 ഫീറ്റ് ലെങ്ത് വരും. ആ ഒരു പാനലിന് 550 രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പാനലിൻ്റെ ആ ഒരു ഡിസൈൻ പാറ്റേൺ അനുസരിച്ചിട്ട് അതിൻ്റെ പ്രൈസിൽ ഫ്ലക്ച്വേഷൻസ് വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാനലുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഇത്തരത്തിലുള്ള റാഫ്റ്റേഴ്സിന് പെർ ലെങ്ത്തിന്, ഒരു ലെങ്ത് എന്ന് വെച്ചാൽ 2.9 മീറ്റർ ലെങ്ത് ആണ്. പെർ ലെങ്ത്തിന് വെറും 550 രൂപയാണ് റേറ്റ് വരുന്നത്. വലുതാവുന്ന സമയത്ത് റേറ്റ് കുറച്ചുകൂടെ കൂടുന്നുണ്ട്. നമ്മൾ 1.5 ഇഞ്ച് സൈസ് വരുന്നതിൻ്റെ റേറ്റ് ആണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ആ ഒരു വേറെ വാൾ പാനലിംഗ് ഐഡിയാസ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. ഈ കാണുന്നതെല്ലാം ചാർക്കോൾ പാനൽസ് ആണ്. തോംസന്റെ കയ്യിൽ ഇഷ്ടം പോലെ ചാർക്കോൾ പാനൽസ് അവൈലബിൾ ആണ്. നല്ല രസത്തിൽ നമുക്ക് ഇൻറ്റീരിയർ ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളാണ് ഈ ചാർക്കോൾ പാനൽസ് എന്ന് പറയാം. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നല്ല രസമുള്ള WPC ലൂവേഴ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വാളിൽ നൽകിയിരിക്കുന്നത് PU സ്റ്റോൺ ക്ലാഡിംഗ് ഷീറ്റുകളാണ്. ഒരു സ്റ്റോൺ ഫിനിഷ് നമുക്ക് റഫ് ഫിനിഷ് കൊണ്ടുവരണമെങ്കിൽ, ആ ഒരു മാർബിൾ ഫിനിഷൊക്കെ നമുക്ക് വാളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ കിഡിലിനായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണത്. ഇൻറ്റീരിയർ പ്രൊഡക്റ്റ് ആണ്. 8x4 സൈസിലാണ് ഇത് വരിക. നല്ല രസം. 3 mm തിക്നെസ്സേ ഉണ്ടാവുള്ളൂ. ഡയറക്റ്റ് നമുക്ക് വാളിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് ബാക്കിൽ നിങ്ങൾക്ക് ബാക്ക് ബോഡി ഒന്നും ആവശ്യമില്ല. പ്ലൈവുഡോ മൾട്ടിവുഡോ ഒന്നും ബാക്കിൽ വെക്കേണ്ട. ഡയറക്റ്റ് നിങ്ങൾക്ക് വാളിലേക്ക് അപ്ലൈ ചെയ്യാം. അതിൻ്റെ ഒരു സർഫസ് തന്നെ നല്ലൊരു ടെക്സ്ചേർഡ് ആയിട്ടുള്ള സർഫസ് ആണ്. ഒരു റോക്കി സ്റ്റോൺ സർഫസ് നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ കിട്ടും. ലൈറ്റ് റിഫ്ലക്റ്റ് ആവില്ല. മാറ്റ് ഫിനിഷ് ആണ്. ഇതിൻ്റെ കുറേ ഡിസൈൻ ചേഞ്ചസ്, വെറൈറ്റീസ് ഇവിടെ അവൈലബിൾ ആണ്. അതിൽ ഒരുപാട് കളർ വെറൈറ്റീസ് അവൈലബിൾ ആണ്. വൈറ്റിൽ, അതേപോലെ ബ്ലാക്കിൽ, ബീജിൽ വരുന്നുണ്ട്, ബ്രൗണിൽ വരുന്നുണ്ട്. നമുക്ക് ഒരുപാട് ഷെയ്ഡ്സ് ഇതിൽ കിട്ടും. നല്ല രസമുള്ളൊരു സർഫസ് ആണ്. ഒരു പ്രീമിയം ക്ലാസിക് ടച്ചുള്ള വർക്കുകളൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇത്തരത്തിലുള്ളൊരു പ്രൊഡക്റ്റുകൾ വലിയ പ്രൈസും വരുന്നില്ല. വളരെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിങ്ങിലാണ് വരുന്നത്. പെർ സ്ക്വയർ ഫീറ്റ് 90 rupees ആണ് ഈ ഒരു പ്രൊഡക്റ്റിന് വരുന്നത്. റെഡി ടു യൂസ് ആണ്. സിലിക്കോൺ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വാളിലേക്ക് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവരുടെ ടോം ലൂക്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടൊന്ന് സംസാരിക്കാം. നമ്മുടെ കൂടെ ഉള്ളത് ഈ ടോം ലൂക്സ് കമ്പനിയുടെ ഡയറക്ടർ തന്നെയാണ്. സർ നമസ്കാരം. താങ്ക് യു. പേര് ഒന്ന് പറയാം. എൻ്റെ പേര് തോമസ് ലൂക്ക് എന്നാണ്. ഇത് ശരിക്കും നമ്മൾ ടോം ലൂക്സ് എന്ന് പറയുന്നത് തോംസൺ ഗ്രൂപ്പിന്റെ സിസ്റ്റർ കൺസേൺ കമ്പനിയാണ്. രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശരിക്കും ആർക്കിടെക്റ്റിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഇന്റീരിയർ എക്സ്റ്റീരിയർ പ്രൊഡക്ട്സ് ആണ് കൂടുതൽ നമ്മളിവിടെ ചെയ്യുന്നത്. പാനലിങ്, അല്ലെങ്കിൽ എക്സ്റ്റീരിയർ ക്ലാഡിങ്, സീലിംഗ് സൊല്യൂഷൻസ്, അതുകൂടാതെ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ WPC ഷീറ്റ്സ്, ഇതൊക്കെയാണ് നമ്മളിവിടെ കൂടുതലും ചെയ്യുന്നത്. ഈ വീട് വെക്കുന്ന എല്ലാ ആളുകൾക്കും ഇതൊന്ന് കാണാൻ വേണ്ടിയിട്ട്, ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നൂടെ? അതായത് ക്ലയൻസിന് വരാം, വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വരാം, എഞ്ചിനീയേഴ്സിന് വരാം,
ഇനിയിപ്പം ഡിസ്ട്രിബ്യൂഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വന്നു. ആർക്ക് വേണമെങ്കിലും ഇതൊരു ഓപ്പൺ എക്സ്പീരിയൻസ് സെന്റർ ആണ്. കസ്റ്റമേഴ്സ് ഉൾപ്പെടെ, ഡീലേഴ്സ് ഉൾപ്പെടെ, അല്ലെങ്കിൽ ആർക്കിടെക്ട്സ്, എഞ്ചിനീയേഴ്സ് ആർക്കും വന്ന എക്സ്പീരിയൻസ്. ബിക്കോസ് ഒരു എക്സ്പീരിയൻസ് സെന്ററിൽ വരുമ്പോഴത്തേക്കാണ് ആൾക്കാർക്ക് ടച്ച് ആൻഡ് ഫീൽ നടത്താൻ പറ്റുള്ളൂ. ശരി ശരി. ഒരു എക്സ്പീരിയൻസ് നടത്തുമ്പോഴത്തേക്ക് അവർക്ക് പ്രോഡക്റ്റ് മേടിക്കാനുള്ള ഒരു ഇഷ്ടവും കാര്യങ്ങളും വരും. ഈ സ്ഥലത്തിന്റെ ലൊക്കേഷൻ നമുക്കൊന്ന് കറക്റ്റ് പറഞ്ഞു കൊടുക്കാം. ഇത് ശരിക്കും വരുന്നത് സീപോർട്ട് എയർപോർട്ട് റോഡാണ്. അതായത് ടുവേർഡ്സ് HMT വരും. ഭാരത് മാതാ കോളേജ് കഴിഞ്ഞ് സീപോർട്ട് എയർപോർട്ടോട് കൂടി കൈപ്പുടമകൾ എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷനിൽ ഒരു ഹുണ്ടായുടെ ഷോറൂമിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ്. ഇത് കൂടാതെ വേറെ എവിടെയൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് സെന്റേഴ്സ്? നമുക്ക് എക്സ്പീരിയൻസ് സെന്റേഴ്സ് വരുന്നത് ട്രിവാൻഡ്രം, ഏറ്റുമാനൂർ, എറണാകുളം, കാലിക്കറ്റ്, ബാംഗ്ലൂരും ഉണ്ട്. ബാംഗ്ലൂരുള്ള മലയാളികൾക്ക് അവിടെ പോവാം, അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾക്കൊക്കെ അവിടെ പോവാം. എല്ലായിടത്തും നമ്മൾ മാക്സിമം കേറ്റർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് കൂടാതെ ഡീലേഴ്സും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്ക് വേണേലും ഈ പ്രോഡക്റ്റ് ഡീലേഴ്സ് ത്രൂ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് സെന്റേഴ്സിൽ വന്നാണെങ്കിലും പ്രൊഡക്റ്റ് കാണാം, പർച്ചേസ് ചെയ്യാം. ഈ കാണുന്നതെല്ലാം തോംസന്റെ വാൾ പാനൽ പ്രൊഡക്റ്റുകളല്ലേ? ഇതെല്ലാം പാനലിംഗ് മെറ്റീരിയൽസ് ആണ്. സീലിംഗിൽ ഉപയോഗിക്കാൻ പറ്റും അല്ലേ? അതെ, ഇത് വാൾ ആൻഡ് സീലിംഗ് സൊല്യൂഷൻസ് ആണ്. ബിക്കോസ് നമ്മൾ വീടുകൾക്ക് ഇപ്പൊ പണ്ട് നമ്മൾ പ്ലൈവുഡ് മേടിക്കുന്നു, വിനീർ ഒട്ടിക്കുന്നു, മൈക്ക് ഒട്ടിക്കുന്നു. അതിനെക്കാട്ടും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതുപോലത്തെ WPC പാനൽസ് അല്ലെങ്കിൽ ചാർക്കോൾ പാനൽസ് ഒട്ടിക്കാൻ സാധിക്കും. അപ്പൊ ആളുകളുടെയൊക്കെ നല്ല കൺസേൺ, നല്ല ക്വാളിറ്റിയുള്ള സാധനം മേടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞങ്ങളും പൊതുവേ ഞങ്ങൾ സജസ്റ്റ് ചെയ്യാറുള്ളത് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള സാധനം മാത്രം മേടിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ തോംസന്റെ ബ്രാൻഡിൽ ഒരു പ്രൊഡക്റ്റ് വരിക എന്ന് പറയുന്ന സമയത്ത് അത് ഉറപ്പാണ് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആയിരിക്കും, നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും എന്നുള്ളത്. തീർച്ചയായും കസ്റ്റമേഴ്സിന്റെ റിവ്യൂസിൽ നിന്നും നിങ്ങൾക്കും അങ്ങനെ ഒരു ഫീൽ വരാറുണ്ടോ? നമ്മള് 38 ഇയേഴ്സ് ആണ് ഇപ്പൊ നമ്മൾ ഓവറോൾ നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട്. 19 ഇയേഴ്സ് ആയി നമ്മൾ തോംസൺ മൾട്ടിവുഡ് എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ട്. തോംസൺ മൾട്ടിവുഡ് എല്ലാവർക്കും അറിയാം. അതെ, ഒരു വിപ്ലവം തന്നെ മാർക്കറ്റിൽ ഉണ്ടായ ഒരു പ്രൊഡക്റ്റ് ആണ് മൾട്ടിവുഡ് അല്ലേ? അതെ അതെ. അത് നമ്മൾ ഫാദർ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു അക്സെപ്റ്റൻസ് ഇപ്പോഴും നമുക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. അത് ആ ഒരു അക്സെപ്റ്റൻസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ മാർക്കറ്റിലേക്ക് പുതിയ പുതിയ പ്രോഡക്ട്സ് കൊണ്ടുവരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് തോംസന്റെ ഈ പാനൽസ് വരുന്നുണ്ട്. നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ മെറ്റ്വോൾ സീരീസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ എക്സ്റ്റീരിയർ ക്ലാഡിങ്, അങ്ങനെ പല പ്രോഡക്ട്സ്. അപ്പോൾ ആ ഒരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉള്ളതുകൊണ്ടും അല്ലെങ്കിൽ കസ്റ്റമർ അക്സെപ്റ്റൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ പുതിയ പ്രോഡക്ട്സ് കൊണ്ടുവരാൻ നമുക്കൊരു ധൈര്യം ഉള്ളത്. അപ്പോൾ അത് എപ്പോഴും നമ്മൾ മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്യും. ഇതിലേക്കൊക്കെ വരുമ്പോൾ ശരിക്കും ഒരു സൈസ്, 2 സൈസിൽ ഇത് അവൈലബിൾ ആണ് അല്ലേ? അതെ, ഇത് നമുക്ക് ആക്ച്വലി WPC പാനൽസിന്റെ സ്റ്റാൻഡേർഡ് സൈസ് വരുന്നത് 9.5 ഫീറ്റ് ഹൈറ്റ്. ഇത് ഒരു ഫുൾ ലെങ്ത് പാനലാണ്. 8 ഇഞ്ച് വിഡ്ത്തിലും ഉണ്ട്, 6 ഇഞ്ച് വിഡ്ത്തിലും ഉണ്ട്. ഇത് ആക്ച്വലി 2 പീസാണ്. ഇതൊരു സിംഗിൾ പീസ്, ഇതൊരു സിംഗിൾ പീസ്. നമ്മൾ ജോയിന്റ് അറിയില്ല, ബിക്കോസ് നമ്മളിത് സ്ക്രൂ ചെയ്ത് വെച്ച്, ഇതൊരു ക്ലിപ്പ് ഉണ്ട്, ആ ക്ലിപ്പ് ചെയ്തിട്ട് അതിലേക്ക് സ്ക്രൂ ചെയ്യണം. അപ്പൊ നമുക്കിത് ഒരു കാരണവശാൽ ഇതിന്റെ ജോയിന്റ് അറിയില്ല. ഇതല്ലാതെ നമുക്ക് സിലിക്കോൺ ഉപയോഗിച്ച് ഫിക്സ് ചെയ്യാൻ പറ്റും. റെഡി ടു യൂസ് പ്രൊഡക്റ്റ് ആണ്. ഇതെല്ലാം റെഡി ടു യൂസ് ആണ്. നല്ല രസമുള്ള ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള കളേഴ്സ് ആണ്. ഒരു ഓഫീസൊക്കെ തുടങ്ങുന്നുണ്ടെങ്കിലേ നിങ്ങൾ വലിയ പണി, നിങ്ങൾ തന്നെയാണ് ഓഫീസ് സെറ്റ് ചെയ്യുന്നതെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്യാം. ഇതുപോലത്തെ 1-2 പ്രൊഡക്റ്റുകൾ മേടിക്കുക. ബാക്കിലെ വാളില് സിലിക്കോൺ ഗമ്മ് കിട്ടും, നമുക്ക് എല്ലാ കടയിലും കിട്ടൂലേ. നേരെ വാളിലേക്ക് ഫിക്സ് ചെയ്യാം. ഹൈറ്റ് എത്ര വരും? ഇത് 2.9 മീറ്റർ ഹൈറ്റ്. 2.9 മീറ്റർ ഹൈറ്റ് വരും. ഇത് നോക്കി നല്ല രസത്തില് ഇത് ടച്ച് ചെയ്യുമ്പോൾ തന്നെ വേറൊരു ഫീൽ ആണ്. അതെ, നമ്മൾ നേരത്തെ പറഞ്ഞ PET ടച്ച് ഉള്ള ഒരു WPC പാനലാണ്. PET ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ആ PET എന്ന് പറയുന്ന ഒരു പ്രീമിയം ടെക്നോളജി, ആ ടെക്നോളജിയുടെ ഗുണമാണ് ഇതുപോലത്തെ ഫിനിഷ് വരുന്നത്. PET എന്നാട്ടോ അതിന്റെ പേര്. നല്ല രസമുള്ള ടെക്നോളജി മാത്രമല്ല, തൊടുന്ന സമയത്ത് നല്ലൊരു ഫീൽ ആണ് നമുക്ക് അതിനകത്ത് കിട്ടുന്നത്. അതിനകത്ത് ഒരുപാട് വെറൈറ്റീസ് വരുന്നല്ലേ? ഇതല്ല അതിന്റെ വരുന്നത്, ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇത് കോൺകേവ് ഷേപ്പിലും വരുന്നുണ്ട്, കോൺവെക്സിലും വരുന്നു. അപ്പം അതായത് ഇത് വെളിയിലേക്ക് സർക്കിൾ ആണ്. അതായത് ഇതിപ്പോ ഒരു വെളിയിലേക്ക് സർക്കിൾ ഉള്ളതാണ്, പുറത്തോട്ട് തള്ളിയിരിക്കുന്നത്. മറ്റേത് നമ്മൾ അകത്തേക്ക് തള്ളി. ഇതിലേക്കൊക്കെ വരികയാണെങ്കിൽ അകത്തേക്ക് കുഴിഞ്ഞിരിക്കുക ചെയ്യുന്നത്. ഇത് കുറച്ചുകൂടെ ഒരു 3D അകത്തേക്ക് കുഴിഞ്ഞിരിക്കുന്ന എനിക്ക് തോന്നുന്നു. കാരണം പുറത്തോട്ട് നമ്മൾ കണ്ട് കുറെ കണ്ടു. ഇനിയിപ്പോ അകത്തേക്ക് കുഴിഞ്ഞിരിക്കുന്ന വെറൈറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റ്. അപ്പൊ ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇതിനകത്ത് ജോയിന്റ് എവിടെയെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല, ബിക്കോസ് അത്രയും ഫിനിഷ്ഡ് ആയിട്ടാണ് വരുന്നത്. ഇത് ആക്ച്വലി ഒരു ഡോർ ആണ്. ഈ ഡോറിന്റെ മുകളിലും ഇത് ചെയ്തിരിക്കുകയാണ്. ഡോർ അടച്ചു കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് നമുക്ക് ഇതുപോലെ പാനലൈസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു ടൈം എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ പെട്ടെന്ന് പണി തീർക്കണമെങ്കിൽ ഇങ്ങനത്തെ പ്രോഡക്റ്റ് യൂസ് ചെയ്താൽ മാത്രമേ പെട്ടെന്ന് ഫിനിഷ് ചെയ്യാൻ പറ്റൂ. എക്സ്റ്റീരിയറിൽ സിറ്റ് ഔട്ടിലൊക്കെ വെയിലടിക്കുന്ന പ്രശ്നമല്ലോ. അപ്പൊ സിറ്റ് ഔട്ടിലൊക്കെ ഒരു വുഡൻ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. തീർച്ചയായിട്ടും. ഇപ്പം വെളിയിൽ എപ്പോഴും ആൾക്കാർക്ക് കസ്റ്റമേഴ്സിനാണെങ്കിലും വീടിന്റെ എലിവേഷനിൽ എപ്പോഴും ഒരു വുഡ് ഫീൽ കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പം അതിന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണ് WPCയുടെ എക്സ്റ്റീരിയർ ലൂവേഴ്സ്. ഇപ്പം നോർമലി നമുക്ക് ചെയ്യുന്നത് നമ്മൾ വുഡ് കട്ട് ചെയ്ത് നമ്മളത് പോളിഷ് ചെയ്ത്
എല്ലാം ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിനൊരു വളരെ അധികം കോസ്റ്റ് വരും വുഡ് എടുത്ത് ചെയ്യണമെങ്കിൽ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഡയറക്ട്ലി സ്ക്രൂയിങ് ആൻഡ് ലോക്കിംഗ് ആണ്. അപ്പോൾ എലിവേഷനിൽ ചെയ്യാൻ ഷോവാളി കൊടുക്കാൻ പറ്റും, ഷോവളി കൊടുക്കാം, സിറ്റ് ഔട്ടിൽ കൊടുക്കാം, സിറ്റ് ഔട്ടിൽ കൊടുക്കാം, നമുക്ക് പില്ലറിന് കവർ ചെയ്തിട്ട് കൊടുക്കാം, പില്ലറിനും കവർ ചെയ്ത് കൊടുക്കാം. എവിടെയൊക്കെ പ്രൊട്ടക്ഷൻ ഉണ്ടോ അതിന്? UV പ്രൊട്ടക്ഷൻ. ഇത് 10 ഇയർ വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. അതെ, ഇതൊരു ആക്ച്വലി നോക്കുവാണെങ്കിൽ ഇത് 2 പീസാണ്, പക്ഷെ നമ്മൾ ജോയിന്റ് അറിയുന്നില്ല ബിക്കോസ് അതിന്റെ ഫിനിഷ് അതുപോലെയാണ്. അതുപോലെ തന്നെ 4 ടെക്സ്ചേഴ്സിൽ വരുന്നുണ്ട്. ഇത് കൂടാതെ 2 കളേഴ്സും കൂടെ അവൈലബിൾ ആണ്. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് പണി തീർക്കാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആണ്, റെഡി ടു യൂസ് എന്നാണ് ഞങ്ങൾ എല്ലാം പറയാം. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ടോംസന്റെ ഡോർ ഫ്രെയിമും WPC ഡോറുകളുമാണ്. നിങ്ങൾക്ക് ബാത്റൂമിലേക്ക് റൂം ഡോർസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കിഡിലൻ ഡോറുകളാണ് WPCയിൽ വരുന്നത് അല്ലേ? ഈ WPC എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ശരിക്കും ഓൾ റൗണ്ടർ ആണെന്ന് പറയാം അല്ലേ? WPC ശരിക്കും പറഞ്ഞ WPCക്കകത്ത്, അതായത് എൻ്റെ ഒരു സയൻസ് പറയുകയാണെങ്കിൽ മൾട്ടിവുഡ് അതായത് PVC ഫോം ബോർഡ് ഉണ്ടല്ലോ, അതിലേക്ക് നമ്മളൊരു 5 to 10% വുഡ് കണ്ടന്റ് ആഡ് ചെയ്യുമ്പോഴത്തേക്കാണ് WPC വരുന്നത്. ഇതെല്ലാം നല്ല ക്വാളിറ്റി, മൾട്ടിവുഡ് ആണെങ്കിലും WPC ആണെങ്കിലും നല്ല ക്വാളിറ്റിയാണ്. ഇതിൽ തന്നെ കസ്റ്റമേഴ്സ് എപ്പോഴും ചൂസ് ചെയ്യണം നല്ല ഡെൻസിറ്റി എടുക്കുക എന്നുള്ളതാണ്. ഡോറുകളെ കുറിച്ച് പറയാം. ഡോർ ശരിക്കും പറഞ്ഞാൽ നമുക്ക് 3 സൈസാണ് വരുന്നത്, 25mm, 28mm, 30mm. 25mm കൂടുതലും നോക്കി പോകുന്നത് ടോയ്ലറ്റ് ഡോസ് ആണ്. 28 and 30 ബെഡ്റൂം ഡോസ് ആണ്. ഇത് ആക്ച്വലി നമുക്ക് ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ യൂസ് ചെയ്യാൻ പറ്റും. ഇത് WPC വെള്ളം അല്ലെങ്കിൽ ചെതല് ഇതിനൊന്നും പ്രശ്നമില്ല. ഇത് കട്ടലയാണ്, ഡോർ കട്ടല. ഇത് വെള്ളത്തിൽ മുക്കിയിട്ടാൽ പോലും പ്രോഡക്റ്റ് അങ്ങനെ തന്നെ നിൽക്കും. ഇതാണ് ഇതിന്റെ ക്രോസ് സെക്ഷൻ. സൈസ് എത്രയാണ് വരുന്നത്? ഡോർ ഫ്രെയിം വരുന്നത് 3.2, 4.2, 4.2 ഇഞ്ചിലുള്ള അളവാണ്. 4.2, 3.2, 4.2 സൈസിലാണ് ഇത് വരുന്നത്. ബെഡ്റൂം ഒക്കെ ആണെങ്കിൽ 4.2 എടുക്കാം, ബാത്റൂം ആണെങ്കിൽ 3.2, 4.2 എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പം ഇതിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ ബാക്ക് സൈഡ് നമ്മൾ ജസ്റ്റ് ഒരു ലാമിനേഷൻ ഒട്ടിച്ചിട്ടുണ്ട്, ഫ്രണ്ട് സൈഡിൽ പെയിന്റ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ലാമിനേഷൻ ഒട്ടിച്ചിട്ട് യൂസ് ചെയ്യാം. നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഡോറിന്റെ കനം എത്ര വരുന്നതെന്ന് പറഞ്ഞേ? 25mm ഉണ്ട്, 28mm ഉണ്ട്, 30mm ഉണ്ട്. ഇത് കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഏതെങ്കിലും ക്വാണ്ടിറ്റി ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. എല്ലാവരും കട്ടിലേ 8 അടിയിൽ വെക്കുന്നുണ്ട്, അപ്പോൾ വലിയ ഡോർ വേണ്ടി വരും. അപ്പൊ സൈസ് എത്ര വരെ വരും നമുക്ക്? 31 ഇഞ്ച് വീതി തൊട്ട് 36 ഇഞ്ച് വീതി വരെ വരുന്നുണ്ട്. ഹൈറ്റ് 81 ഇഞ്ച് തൊട്ട് 86 വരെ വരും. അതിൽ കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത് കസ്റ്റമറിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് ഫുൾഫിൽ ചെയ്യാം. സോ വലിയ ഡോറൊക്കെ ആണെങ്കിൽ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചെയ്തു തരും. തോംസന്റെ അതേ ക്വാളിറ്റിയിൽ, തോംസന്റെ അതേ സ്പെസിഫിക്കേഷനിൽ തന്നെ നിങ്ങൾക്ക് അത് ചെയ്തു കൊടുക്കാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും. കൺസോൾ യൂണിറ്റിന് അതേപോലെ കിച്ചണിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കേർവ്ഡ് ആയിട്ട് ഇങ്ങനെ ബെൻഡ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് നോക്കുകയാണെങ്കിൽ തോംസന്റെ കയ്യിൽ ഫ്ലെക്സി പാനൽസ് അവൈലബിൾ ആണ്. പല കളർ ഷെയ്ഡ്സിൽ നമുക്കിത് അവൈലബിൾ ആണ്. ഇതൊക്കെ ഫ്ലെക്സി പാനൽസ് ആണ്, നമുക്ക് ബെൻഡ് ചെയ്യാൻ സാധിക്കും. നല്ല കളർ ഷെയ്ഡ്സിൽ ഇത് അവൈലബിൾ ആണ്. കളേർഡായിട്ടും വുഡൻ ഫീലിലൊക്കെ നമുക്കിതിങ്ങനെ ബെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു ഡെമോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇതിൻ്റെ ബാക്ക് ബോഡി PVC മെറ്റീരിയലാണ്. ലോക്ക് ചെയ്തിട്ട് നമുക്കിങ്ങനെ ചെയിൻ പോലെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിനകത്ത് ആ ഒരു ലോക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വിസിബിൾ ആവാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. ആവശ്യമുള്ള ആളുകൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. സോ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റെഡി ടു യൂസ് ഇന്റീരിയർ പ്രൊഡക്റ്റുകളെയാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. മൈ ബെറ്റർ ഹോമിൽ ഒരു സാധനം നിങ്ങളെ പരിചയപ്പെടുത്തുന്ന സമയത്ത് അതിൻ്റെ ക്വാളിറ്റി ഞങ്ങൾ ഡബിൾ ചെക്ക് ചെയ്യാറുണ്ട്. ഇന്ന് ക്വാളിറ്റിയിൽ നമ്മൾ ഒട്ടും തന്നെ സംശയിക്കേണ്ടതില്ലാത്ത തോംസൺ ബ്രാൻഡിൻ്റെ എക്സ്ക്ലൂസീവ് ഷോറൂമിൽ വന്നിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ കാണുന്ന പ്രൊഡക്റ്റുകളെല്ലാം തോംസൻ്റെ ക്വാളിറ്റി അഷ്യൂർ ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണ്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട്, ഇത് പർച്ചേസ് ചെയ്യാനോ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനോ ഷോറൂം വിസിറ്റ് ചെയ്യാൻ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു കോൺടാക്ട് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ലഭിക്കുന്നതായിരിക്കും. അതിൽ കോൺടാക്ട് ചെയ്യാം, നിങ്ങളുടെ സ്ഥലം പറയുക. അപ്പോൾ നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഷോറൂമിൻ്റെ ഡീറ്റെയിൽസ് അവർ നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങൾക്ക് ഒരു ദിവസം അവിടെ വിസിറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഫാമിലിയോടൊപ്പം വന്നിട്ട് സാധനങ്ങൾ കാണാം. ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് ടച്ച് ആൻഡ് ഫീൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഏതൊരു പ്രൊഡക്റ്റും നമ്മളുടെ ആ ഒരു സാറ്റിസ്ഫാക്ഷനോട് കൂടെ മേടിക്കുന്ന സമയത്താണ് നമുക്ക് ആ ഒരു വീട്ടിൽ വളരെ സന്തോഷത്തോടു കൂടെ കിടന്നുറങ്ങാൻ സാധിക്കുകയെന്ന് എപ്പോഴും പറയാറുണ്ട്. സോ വന്ന് നോക്കി കണ്ട് മനസ്സിലാക്കി മേടിക്കാവുന്നതാണ്. ഡീലേഴ്സിനെയും ഇവർ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റുകളൊക്കെ ഡീലർഷിപ്പ് ആവശ്യമുണ്ടെങ്കിൽ തോംസൻ്റെ ഈ എക്സ്ക്ലൂസീവ് ഷോറൂമിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുമായിട്ട് സംസാരിക്കാവുന്നതാണ്. ആർക്കിടെക്ട്സിനെയും ഇൻറ്റീരിയേഴ്സിനെയും അതേപോലെ കോൺട്രാക്ടേഴ്സിനെയും ഒക്കെ അവർ വെൽക്കം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇവരുമായിട്ട് സഹകരിച്ചിട്ട് വർക്കുകൾ ചെയ്യാൻ സാധിക്കും. പ്രൊഡക്റ്റുകളുടെയൊക്കെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഇവർ എൻഷുർ ചെയ്യുന്നുണ്ടാവും. സോ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും കോൺടാക്ട് ഡീറ്റെയിൽസ് ആവശ്യമാണ്. അത് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം. നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസ്, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളായിട്ട് രേഖപ്പെടുത്തുക. ഈ ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.